is a statement of profit and loss account of B Company Limited for the year ended 31st March 2019. Statement of P&L. Revenue from operations. Revenue from operations. ഇവിടെ ഡൊമസ്റ്റിക് സെയിൽസ് ഉണ്ട്, എക്സ്പോർട്ട് സെയിൽസ് ഉണ്ട്. ഇത് രണ്ടും സെയിൽ തന്നെയാണ്. PGBP ഇൻകം. സോ 35 അങ്ങനെ തന്നെ എടുത്താൽ മതി. അതിൻ്റെ അകത്ത് വേറെ ബ്രേക്കപ്പ് ഒന്നും കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല. ദെൻ എംപ്ലോയി ബെനിഫിറ്റ് എക്സ്പെൻസസ്, സാലറീസ് ആൻഡ് വേജസ് കുഴപ്പമുള്ള കാര്യമല്ല. റെന്റ് ആൻഡ് റേറ്റ്സ് കുഴപ്പമുള്ള കാര്യമല്ല. റിപ്പയർസ് കുഴപ്പമുള്ള കാര്യമല്ല. ദെൻ സെല്ലിംഗ് ആൻഡ് എക്സ്പെൻസസ് കുഴപ്പമുള്ള കാര്യമല്ല. ഇതെല്ലാം നോർമൽ ആയിട്ടുള്ള എക്സ്പെൻസ് തന്നെയാണ്. സ്പെഷ്യൽ ആയിട്ട് ട്രീറ്റ്മെന്റ് ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. സോ ടോട്ടൽ എക്സ്പെൻസ് 14,17,000. ഓക്കെ, ഫൈൻ, കുഴപ്പമുള്ള കാര്യമല്ല. ദെൻ അതിനുശേഷം പ്രോഫിറ്റ് ബിഫോർ ടാക്സ് 20,30,000. ടാക്സ് എക്സ്പെൻസസ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഇൻകം ടാക്സ് എന്ന് പറയുന്ന പ്രോഫിറ്റ് തന്നിട്ടുണ്ട്. ഇൻകം ടാക്സ് 3,60,000. ഇൻകം ടാക്സ് എന്ന് പറയുമ്പോഴത്തേക്കും നമുക്കറിയാം ഓട്ടോമാറ്റിക് ആയിട്ട് ഇതിനെ നമ്മൾ ആഡ് ബാക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഏതിൻ്റെ അകത്തൊക്കെ ആഡ് ബാക്ക് ചെയ്യണം? നമ്മുടെ ടോട്ടൽ ഇൻകത്തിന്റെ കാൽക്കുലേഷൻ്റെ അകത്തും ആഡ് ബാക്ക് ചെയ്യണം. അതേപോലെ തന്നെ ബുക്ക് പ്രോഫിറ്റിന്റെ കാൽക്കുലേഷൻ്റെ അകത്തും മാറ്റിന്റെ കാൽക്കുലേഷനിലെ അതിൻ്റെ അകത്തും ഇതിനെ ആഡ് ബാക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്. പ്രോഫിറ്റ് ഫോർ ദ പീരിയഡ് 16,17,000. ഓക്കെ, ഈ 16,17,000 അപ്രോപ്രിയേഷൻ അക്കൗണ്ടിലേക്ക്, ഇതാണ് സ്റ്റേറ്റ്മെന്റ് ഓഫ് സർപ്ലസ് എന്ന് പറയുന്നത്. എന്നതാണ് നമ്മുടെ അപ്രോപ്രിയേഷൻ അക്കൗണ്ട്. അപ്രോപ്രിയേഷൻ അക്കൗണ്ടിലേക്ക് വരുന്നു. അതിൻ്റെ അകത്ത് 16,17,000 കൂടെ ആഡ് ട്രാൻസ്ഫർ ഫ്രം ജനറൽ റിസർവ്. ഇത് കണ്ടോ, ആഡ് എന്ന് പറഞ്ഞുകൊണ്ട് വന്നിരിക്കുന്നത്. അതായത് നമ്മുടെ P&L അപ്രോപ്രിയേഷൻ അക്കൗണ്ട് എടുക്കുമ്പോഴത്തേക്കും ഈ ഐറ്റം ഇവിടെ വന്നേക്കുന്നതാണ്. ഓക്കെ, ഈ ഐറ്റം ഇവിടെ വന്നേക്കുന്നത് എന്ന് പറയുമ്പോഴത്തേക്കും അതെന്താണ്? P&L നിന്ന് അപ്രോപ്രിയേറ്റഡ് ആയിട്ട് റിസർവിലേക്ക് പോയതാണോ? അല്ല, ഇത് റിസർവിൽ നിന്ന് ഇങ്ങോട്ട് വന്നേക്കുന്നതാണ്. ഇതേതാണ്? ജനറൽ റിസർവ്. അതായത് ജനറൽ റിസർവിൻ്റെ അത് എക്സസ് ആയിട്ടുണ്ടായിരുന്നു, അതിനെ എങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യുന്നു? P&L ട്രാൻസ്ഫർ ചെയ്യുന്നു. അങ്ങനെയാണ് ഈ പറയുന്ന 2 lakh വന്നേക്കുന്നത്. സോ ഈ 2 lakh കൊണ്ട് നമ്മുടെ P&L പ്രോഫിറ്റ് കണ്ടോ, അത് ഇൻക്രീസ് ആയിട്ട് നിൽക്കുന്നത് 18,17,000 ആയിട്ട് ഇൻക്രീസ് ആയിട്ട് നിൽക്കുന്നത്. അത് കാരണം ഓട്ടോമാറ്റിക് ആയിട്ട് നമുക്ക് എന്നാ ചെയ്യണ്ടേ? യെസ്, ഇതിനെ റെഡ്യൂസ് ചെയ്യണം. സോ ഈ പറയുന്ന 2 ലക്ഷം രൂപ ഇതിനെ റെഡ്യൂസ് ചെയ്യാനുള്ളതാണ് എന്നുള്ള ഓർത്തേക്കുക. ദെൻ ലെസ് അപ്രോപ്രിയേഷൻ. P&L നിന്ന് അപ്രോപ്രിയേഷൻ കൊടുത്തിട്ടുണ്ട്. എന്നതാണ്? പോസ്റ്റ് ഡിവിഡൻഡ്. അതായത് P&L അപ്രോപ്രിയേഷൻ ഇവിടെയാണ്. ഇതാണ് ചെയ്തേക്കുന്ന പ്രപ്പോസ്ഡ് ഡിവിഡൻഡ്. അതായത് P&L നിന്ന് ഇത്ര എമൗണ്ട് 2,70,000 കുറഞ്ഞിട്ടുണ്ട്. സോ ഓട്ടോമാറ്റിക് ആയിട്ട് കുറഞ്ഞിട്ടുണ്ട്, കണ്ടോ? സോ എന്നാ ചെയ്യേണ്ടത്? ഇതിനെ ആഡ് ബാക്ക് ചെയ്യണം. ക്ലിയർ അല്ലേ കാര്യങ്ങൾ? ഇനി ഫർദർ ഇൻഫർമേഷൻ. ദി കമ്പനി ഹാസ് ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ ഓഫ് 1 lakh. 1 ലക്ഷം രൂപയുടെ ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ ഉണ്ട്. വിച്ച് ഈസ് നോട്ട് ആഡഡ് ഇൻ ദ സ്റ്റേറ്റ്മെന്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. നമ്മുടെ ഈ സ്റ്റേറ്റ്മെന്റ് ഓഫ് P&L ഇല്ലേ, ഇതിൻ്റെ അകത്ത് ഇതിനെ ആഡ് ചെയ്തിട്ടില്ലെന്ന്. ഇതിനെ ആഡ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പൊ എന്നാ ചെയ്യേണ്ടത്? ഇപ്പൊ അതിനെ അങ്ങോട്ട് ആഡ് ചെയ്തേക്കുക. ഓക്കെ, നമ്മൾ ഇനി പ്രിപ്പയർ ചെയ്യാൻ പോകുന്ന സ്റ്റേറ്റ്മെന്റ് ഇല്ലേ, അതിൻ്റെ അകത്ത് അതിനെ അങ്ങോട്ട് ആഡ് ചെയ്തേക്കുക. പിന്നെ അടുത്തത് ഫോറിൻ എക്സ്ചേഞ്ച് റെമിറ്റൻസ് ഓഫ് ₹7 lakh. 7 ലക്ഷം രൂപയുടെ ഫോറിൻ എക്സ്ചേഞ്ച് റെമിറ്റൻസ് വന്നിട്ടുണ്ട്. ഫോറിൻ എക്സ്ചേഞ്ച് റെമിറ്റൻസ് വരണം എന്ന് കരുതുക, കമ്പനിയിലേക്ക് വരണം എന്ന് കരുതുക. RBIയുടെ അപ്രൂവൽ കാര്യങ്ങളെല്ലാം വേണം. ഓക്കെ, FEMA റെഗുലേഷൻസ് എല്ലാം കംപ്ലൈ ചെയ്തിട്ടുണ്ടെന്ന് വെച്ചാൽ മാത്രമേ അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇതിന് യാതൊരു സ്പെഷ്യൽ ട്രീറ്റ്മെന്റും വേണ്ട. ഇതിനെ ഏതിൻ്റെ അകത്ത് എന്താ ചെയ്യേണ്ടത് എന്ന് ചോദിക്കുവാണെങ്കിൽ നമ്മുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സിന്റെ നോട്ട്സ് ടു ദി അക്കൗണ്ട്സ് ഉണ്ട്. ഈ നോട്ട്സ് ടു ദി അക്കൗണ്ട്സിൻ്റെ അകത്ത് ഇതിനെ മെൻഷൻ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഓക്കെ, സോ ഇത് നമ്മുടെ ഇൻകം ടാക്സ് പർപ്പസിന് വേണ്ടി, ഇല്ലെങ്കിൽ ഇൻകം ടാക്സിന്റെ കാൽക്കുലേഷൻ്റെ അകത്ത് എവിടെയും എടുക്കേണ്ട കാര്യമില്ല. ഇൻകം ടാക്സ് എന്ന് പറയുമ്പോൾ നമ്മുടെ നോർമൽ പ്രൊവിഷൻസ് ഓഫ് ഇൻകം ടാക്സ് ആണെന്ന് വെച്ചാലും ശരി, മാറ്റ് പ്രൊവിഷൻസിന്റെ അകത്താണെന്ന് വെച്ചാലും ശരി, ഈ ഫോറിൻ എക്സ്ചേഞ്ച് റെമിറ്റൻസ് 7 lakh rupees എവിടെ എടുക്കേണ്ട കാര്യമുണ്ടോ? ഇല്ല. അടുത്തത് ഡിപ്രീസിയേഷൻ അണ്ടർ സെക്ഷൻ 32 4,50,000. എന്നാ ചെയ്യേണ്ടത്? ഇതിനെ നമ്മുടെ നോർമൽ ആയിട്ടുള്ള പ്രൊവിഷൻസിന്റെ അകത്ത് നമ്മൾ ടോട്ടൽ ഇൻകം കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ PGBPക്കകത്ത് ഈ ഡിപ്രീസിയേഷൻ ആണ് കുറയ്ക്കാൻ പറ്റുന്നത്. അണ്ടർ സെക്ഷൻ 32 ഡിപ്രീസിയേഷൻ ആസ് പെർ കമ്പനീസ് ആക്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ആ ഡിപ്രീസിയേഷൻ കുറയ്ക്കേണ്ടതായിട്ടുണ്ട്. ഇവിടെ കണ്ടോ, ഡിപ്രീസിയേഷൻ ആൻഡ് അമോർട്ടൈസേഷൻ എക്സ്പെൻസ് ഉണ്ടല്ലോ. ഓക്കെ, ഈ ഡിപ്രീസിയേഷൻ ആൻഡ് അമോർട്ടൈസേഷൻ എക്സ്പെൻസ് ഇവിടെ എത്രയാണെന്ന് നോക്കിയേ, 5 ലക്ഷം രൂപ അല്ലേ. സോ ഈ 5 ലക്ഷം രൂപ അതിനെ കുറയ്ക്കുന്നു. അതിനുശേഷം
ആഡ് ബാക്ക് ചെയ്യാൻ പറ്റുന്നതായിട്ടുള്ള ഏതാണ് 4,50,000. സോ 5 lakh കുറച്ചിട്ട് 4,50,000 ആഡ് ബാക്ക് ചെയ്യുന്നതിന് പകരമായിട്ട് സ്ട്രെയിറ്റ് ലൈൻ ആയിട്ട് വേണമെന്ന് വെച്ചാൽ എക്സസ് ആയിട്ട് ഇപ്പം ഡിപ്രീഷിയേറ്റഡ് ആയിട്ടുള്ള 50,000 രൂപ ഉണ്ടല്ലോ, അതിനെ കുറച്ചാലും മതി. ഇനി ഒന്ന് ആഡ് ബാക്ക് ചെയ്യുന്നു, ഒന്ന് റെഡ്യൂസ് ചെയ്യുന്നു. അതിൻ്റെ അകത്ത് പ്രത്യേകിച്ച് അതായത് രണ്ടായിട്ട് ചെയ്യുവാണെന്ന് വെച്ചാൽ കുറച്ചുകൂടെ കോൺഫിഡൻ്റ് ആണ്, കൺവീനിയൻ്റ് ആണെങ്കിൽ രണ്ടായിട്ട് ചെയ്തേക്കുക, പ്രശ്നമുള്ള കാര്യമല്ല. ദ കമ്പനി വാണ്ട്സ് ടു സെറ്റ് ഓഫ് ദ ഫോളോയിങ്. ഇതിൻ്റെ അകത്ത് രണ്ട് രീതിയിലുള്ള സെറ്റ് ഓഫ് ഉണ്ട്. നോക്കിക്കേ, ഫോർ ടാക്സ് പർപ്പസും ഉണ്ട്, ഫോർ അക്കൗണ്ടിങ് പർപ്പസും ഉണ്ട്. അതായത് ഇത് ആസ് പെർ ഇൻകം ടാക്സ് ഉള്ള കാര്യങ്ങളാണ്. അപ്പോൾ അക്കൗണ്ടിങ് പർപ്പസ് എന്ന് പറയുമ്പോഴത്തേക്കും ഇത് ബുക്ക് ഓഫ് അക്കൗണ്ട്സ് എന്ന് പറയുമ്പോഴത്തേക്കും ഇതാണ് ഏത് കമ്പനീസ് ആക്ട് പ്രകാരമുള്ളതാണ് ഈ പറയുന്ന എമൗണ്ടുകൾ. ബ്രോഡ് ഫോർവേഡ് ലോസ്, അൺഅബ്സോർബ്ഡ് ഡിപ്രീസിയേഷൻ. ഇവർ രണ്ടും കൂടെ ടോട്ടൽ ചെയ്യുമ്പോഴത്തേക്കും 7 lakh rupees ഉണ്ട്. ഈ 7 lakhനെ PGBP ഇൻകത്തിന്റെ അകത്ത് നമുക്ക് ഗെയിൻ ഉണ്ട് എന്ന് പറഞ്ഞാൽ ആ ഗെയിനുമായിട്ട് ഇതിനെ സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റും. ദെൻ മാറ്റിന്റെ കാൽക്കുലേഷൻ്റെ അകത്ത് നമുക്കറിയാം ഒരേ ഒരു ലോസ് മാത്രമേ കുറയ്ക്കാൻ പറ്റത്തുള്ളൂ. ഏതാണ്? ബ്രോഡ് ഫോർവേഡ് ലോസ് ഓർ അൺഅബ്സോർബ്ഡ് ഡിപ്രീസിയേഷൻ ആസ് പെർ ബുക്ക് ഓഫ് അക്കൗണ്ട്സ് വിച്ച് എവർ ഈസ് ലെസ് എന്ന് നമുക്കറിയാം. സോ 4 lakh or 2 lakh വിച്ച് എവർ ഈസ് ലെസ്. രണ്ടും തമ്മിൽ ലെസ് ഏതാണോ വരുന്നത്? 2 lakh. സോ ഈ 2 lakh മാത്രമേ കുറയ്ക്കാൻ പറ്റത്തുള്ളൂ. റിക്വയർഡ് ടു കമ്പ്യൂട്ട് ബുക്ക് പ്രോഫിറ്റ് under section 115 JB, ടോട്ടൽ ഇൻകം, ടാക്സ് ലയബിലിറ്റി ഓഫ് ദി കമ്പനി. ബുദ്ധിമുട്ടുള്ള കാര്യമാണോ? ഇത്രേ കാര്യങ്ങളുള്ളൂ. എന്തെല്ലാമാണ് അഡ്ജസ്റ്റ്മെന്റ്സ് നമുക്ക് ഒന്നുകൂടെ ഒന്ന് നോക്കാം. ഇവിടെ ഡൊമസ്റ്റിക് സെയിൽ, എക്സ്പോർട്ട് സെയിൽ ഇഷ്യൂ ഒന്നും വരുന്നില്ല. സാലറീസ് ആൻഡ് വേജസ് 3 lakh. ഡിപ്രീസിയേഷൻ ആൻഡ് അമോർട്ടൈസേഷൻ എക്സ്പെൻസസ്. ഡിപ്രീസിയേഷന്റെ കേസിൽ നമുക്കറിയാം ആഡ് ബാക്ക് ചെയ്യണം. മാറ്റിന്റെ കാൽക്കുലേഷൻ്റെ അകത്തേക്ക് വന്നു കഴിയുമ്പോഴത്തേക്കും ഈ ഡിപ്രീസിയേഷനെ 5 lakh ആഡ് ബാക്ക് ചെയ്യുന്നു. എന്നിട്ട് റീവാലുവേഷൻ ഇല്ലാത്തതായിട്ടുള്ള ഡിപ്രീസിയേഷനെ കുറയ്ക്കണം. നമ്മുടെ ഈ പറയുന്ന ക്വസ്റ്റ്യൻ്റെ അകത്ത് റീവാലുവേഷൻ വിത്തൗട്ട് ബീങ് റീവാല്യൂഡ് എത്രയാണ് ഡിപ്രീസിയേഷൻ എന്നുള്ളത് പറഞ്ഞിട്ടില്ല. സോ ഓട്ടോമാറ്റിക് ആയിട്ട് നമുക്ക് അങ്ങനെ ഒരു ഇൻഫർമേഷൻ ഇല്ലാത്തത് കാരണം നമ്മൾ ഒരു അസംഷൻ കൊടുക്കേണ്ടതായിട്ടുണ്ട്. ഇറ്റ് ഈസ് അസ്യൂംഡ് ദാറ്റ് ദർ ഈസ് നോ ഡിപ്രീസിയേഷൻ ഓൺ അക്കൗണ്ട് ഓഫ് റീവാലുവേഷൻ, ഇല്ലെങ്കിൽ ദർ ഇസ് നോ ഇഫക്റ്റ് ഓഫ് റീവാലുവേഷൻ എന്നുള്ളൊരു പോയിന്റ് ഒന്ന് കൊടുത്തിരിക്കണം. അതായത് ഈ 5 ലക്ഷം രൂപ ഉണ്ടല്ലോ ഡിപ്രീസിയേഷൻ എന്ന് പറയുന്നത് നമ്മൾ ചാർജ് ചെയ്യുന്ന, അതിൻ്റെ അകത്ത് ഈ 5 ലക്ഷം രൂപയ്ക്കകത്ത് റീവാല്യൂഡ് അസറ്റിന്റെ മേലുള്ള ഡിപ്രീസിയേഷൻ ഒന്നും ഇല്ല എന്നുള്ളതാണ് അതിൻ്റെ അകത്തെ പോയിന്റ്. ക്ലിയർ? നമ്മൾ കണ്ടേക്കുന്ന പോയിന്റ് ആണ്. സോ ഇവിടെ റീവാലുവേഷനെ പറ്റി ഒന്നും പറയാത്തത് കാരണം നമ്മൾ അസ്യൂം ചെയ്യുന്നതാണ് ഈ പറയുന്ന 5 ലക്ഷത്തിന്റെ മേളിൽ റീവാലുവേഷൻ ഒന്നും ഇല്ല എന്നുള്ളത്. ഓക്കെ, ഇത് പ്യുവർ ആയിട്ടുള്ള ഡിപ്രീസിയേഷൻ തന്നെയാണ്. ആക്ച്വൽ അസറ്റിന്റെ മേളിലുള്ള ഡിപ്രീസിയേഷൻ ആണെന്നുള്ളതാണ് നമ്മുടെ അസംപ്ഷൻ വരുന്നത്. സോ അങ്ങനെയാണ് കാര്യങ്ങൾ. ഇൻകം ടാക്സ് അതിന്റെ ട്രീറ്റ്മെന്റ് കാര്യങ്ങളെല്ലാം. ഓക്കെ, സോ ലെറ്റ്സ് ഗോ ആൻഡ് ഡു ദ പ്രോബ്ലം. ഓക്കെ, പ്രോബ്ലത്തിന്റെ അകത്തേക്ക് വന്നു കഴിയുമ്പോഴത്തേക്കും പ്രോബ്ലത്തിന് ചെയ്യേണ്ടതായിട്ടുള്ള പാർട്ടുകൾ ആദ്യമേ ഇവിടെ ഇത്രയും ഏരിയയല്ല എന്നാ ചെയ്യുന്നത്, ടോട്ടൽ ഇൻകത്തിന്റെ കാൽക്കുലേഷൻ ആണ്. ഓക്കെ, ഇത് ആസ് പെർ നോർമൽ പ്രൊവിഷൻസിലുള്ള കാൽക്കുലേഷൻ ആണ്. നെറ്റ് പ്രോഫിറ്റ് കണ്ടോ 16 lakh എന്ന് സ്റ്റാർട്ട് ചെയ്യുന്നു. ആഡ് ബാക്ക് ചെയ്യുന്നതായിട്ടുള്ള 3,60,000. ഇൻകം ടാക്സ് ആഡ് ബാക്ക് ചെയ്യുന്നു. പ്രപ്പോസ്ഡ് ഡിവിഡൻഡ് 2,70,000 ആഡ് ബാക്ക് ചെയ്യുന്നു. എക്സസ് ആയിട്ടുള്ള ഡിപ്രീസിയേഷൻ, ഈ എക്സസ് ആയിട്ടുള്ള ഡിപ്രീസിയേഷൻ എങ്ങനെ കിട്ടിക്കുന്നത്? 5 lakh മൈനസ് 4,50,000. ഓക്കെ, അതാണ് ഈ എക്സസ് ആയിട്ടുള്ള ഡിപ്രീസിയേഷൻ 50,000. സോ ഇതിനെ ഇവിടെ ഒരു സിംഗിൾ ലൈനിലാണ് കാണിച്ചേക്കുന്നത്. ഇതിന് വേണമെങ്കിൽ രണ്ടായിട്ട് കാണിക്കാം. ഇവിടെ ആഡ് ബാക്ക് ചെയ്യുമ്പോഴത്തേക്കും 5 lakh ആഡ് ചെയ്തിട്ട് ലെസ് ചെയ്യുമ്പോഴത്തേക്കും വേണമെന്ന് വെച്ചാൽ 4,50,000 ലെസ് ചെയ്തിട്ടുണ്ടെന്ന് വെച്ചാൽ യു വിൽ ഗെറ്റ് ദ സെയിം ഇഫക്റ്റ്. ഓക്കെ, നൗ ഇവിടെ എക്സസ് ഡിപ്രീസിയേഷൻ 50,000 ആഡ് ബാക്ക് ചെയ്തിട്ടുണ്ട്. ജനറൽ റിസർവ് 2 lakh കണ്ടോ. ഈ ജനറൽ റിസർവ് P&L അപ്രോപ്രിയേഷന്റെ ക്രെഡിറ്റ് സൈഡിൽ വന്ന ഒരു ഐറ്റം അല്ലേ? ക്രെഡിറ്റ് സൈഡിൽ വന്ന കാരണം P&L അത് ഈ പറയുന്ന 2 ലക്ഷം രൂപ കൊണ്ട് കൂടിയാണ് നിൽക്കുന്നത്. സോ ഈ 2 ലക്ഷം രൂപയെ കുറയ്ക്കുന്നു. ഓക്കെ, സോ അതാണ് ലെസ് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ഇവിടെ ഇട്ടേക്കുന്നത്, ലെസ്.
അത്ര ചെയ്ത് കഴിയുമ്പോഴത്തേക്കും പ്രോഫിറ്റ് ഫോർ ദ ഇയർ കിട്ടുന്നു. അതിൻ്റെ അകത്ത് അതായത് 20,80,000 നമുക്ക് ഇവിടെ PGBP പ്രോഫിറ്റ് ഉണ്ട്. PGBP പ്രോഫിറ്റ് ഉണ്ട്. ഈ പറയുന്ന പ്രോഫിറ്റിനെ രണ്ട് കാര്യങ്ങളുമായിട്ട് സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റും. 5 + 2 7 lakh. ഈ 7 lakh rupees ഇതെന്തൊക്കെയാണ്? ബ്രോഡ് ഫോർവേഡ് ലോസും ഉണ്ട്, അൺഅബ്സോർബ്ഡ് ഡിപ്രീസിയേഷൻ ഉണ്ട്. ഈ രണ്ട് കാര്യത്തിന് അങ്ങോട്ട് കുറയ്ക്കുന്നത് 20 lakhന്റെ അകത്ത്. പിന്നെ ബാക്കി ബിസിനസ് ഇൻകം PGBP ഹെഡിൽ എത്രയേ ഉള്ളൂ? 13,80,000 മാത്രമേ ഉള്ളൂ. ഇത് ബിസിനസ് ഇൻകം എന്ന് പറയുമ്പോൾ ഏതാണ്? PGBP. ഓക്കെ, ദെൻ ക്യാപിറ്റൽ ഗെയിനിനെ പറ്റി പറഞ്ഞിട്ടുണ്ട്. എന്താണ് പറഞ്ഞത്? ക്യാപിറ്റൽ ഗെയിൻ്റെ അകത്ത് 1 ലക്ഷം രൂപ ക്യാപിറ്റൽ ഗെയിൻ ഉണ്ട്. അത് ഈ ബുക്ക് ഓഫ് അക്കൗണ്ട്സിൻ്റെ അകത്ത് PNL-നകത്ത് എവിടെ വന്നിട്ടില്ല എന്ന്. അപ്പോൾ എന്നാ ചെയ്യണം നമ്മൾ പറഞ്ഞിരുന്നു? എന്ത് ചെയ്യണം? ആഡ് ചെയ്താൽ മതി, ഇവിടെ കാണിച്ചാൽ മതി. സോ ഓട്ടോമാറ്റിക് ആയിട്ട് അതിനെ കൂടെ കാണിക്കുന്നു. സോ ടോട്ടൽ ഇൻകം എന്ന് പറയുന്നത് 14,80,000. ഈ 14,80,000 ആണ് ടോട്ടൽ ഇൻകം ആസ് പെർ നോർമൽ പ്രൊവിഷൻസ് ഓഫ് ഇൻകം ടാക്സ്. ഓക്കെ, ഈ നോർമൽ പ്രൊവിഷൻസ് അപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും 14,80,000 ആണ്. ഈ നോർമൽ പ്രൊവിഷൻസ് അപ്ലൈ ചെയ്ത് 14,80,000 മുകളിൽ ടാക്സ് കാൽക്കുലേറ്റ് ചെയ്യുക. ഇവിടെ ഇതിന്റെ താഴത്തായിട്ട് തന്നെ ടാക്സ് കാൽക്കുലേറ്റ് ചെയ്യുന്നതാണ് കുറച്ചുകൂടെ നല്ല കാര്യം. കണ്ടോ, ഇവിടെ കമ്പ്യൂട്ടേഷൻ ഓഫ് ടാക്സ് ലയബിലിറ്റി ഇല്ലേ? ഈ ടാക്സ് ലയബിലിറ്റി ആ 14,80,000 മുകളിലുള്ള ടാക്സ് ലയബിലിറ്റിയുടെ കാൽക്കുലേഷൻ ആണ്. അതിൻ്റെ അകത്ത് ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ ഉള്ളത് കാരണം ആ ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ ആയിട്ടുള്ള 1 lakhനെ ഫ്ലാറ്റ് 20% നമുക്കറിയാവുന്ന കാര്യമാണ്. സോ ഓട്ടോമാറ്റിക് ആയിട്ട് 1 lakhന്റെ 20%, 20,000 rupees. അതിനുശേഷം ബാക്കിയുള്ള 13,80,000 മുകളിൽ 25% നോർമൽ റേറ്റ്സ് അപ്ലൈ ചെയ്യുന്നു. അങ്ങനെയാണ് ടോട്ടൽ 3,65,000 കിട്ടുന്നത്. സർചാർജ് ഒന്നും ഇല്ല. ദെൻ ഹെൽത്ത് ആൻഡ് എഡ്യൂക്കേഷൻ സെസ് വരുന്നുണ്ട് 4%. ആഡ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ടോട്ടൽ കിട്ടുന്ന ടാക്സ് ലയബിലിറ്റി ആസ് പെർ നോർമൽ പ്രൊവിഷൻസ് ഓഫ് ഇൻകം ടാക്സ് എത്ര കിട്ടുന്നത്? 13,79,600 എന്ന് പറയുന്ന എമൗണ്ട് കിട്ടുന്നു. സോ ദിസ് ഈസ് ദ ഫസ്റ്റ് ഫിഗർ. ഓക്കെ, ഫസ്റ്റ് ഫിഗർ എന്ന് പറയുമ്പോഴത്തേക്കും ഫസ്റ്റ് ടാക്സ് കാൽക്കുലേഷൻ ആസ് പെർ ഏതാണ്? നോർമൽ പ്രൊവിഷൻസ്. ആസ് പെർ നോർമൽ പ്രൊവിഷൻസ് കാൽക്കുലേറ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ടാക്സ് ലയബിലിറ്റി 3,79,000 ആണ്. ഓക്കെ, അതാണ് ഫസ്റ്റ് സെറ്റ് ഓഫ് കാൽക്കുലേഷൻ. ഇനി അടുത്ത സെറ്റ് ഓഫ് കാൽക്കുലേഷൻ എന്ന് പറയുന്നത് കമ്പ്യൂട്ടേഷൻ ഓഫ് ബുക്ക് പ്രോഫിറ്റ് ആണ്. ഓക്കെ, ബുക്ക് പ്രോഫിറ്റിനകത്തേക്ക് വന്നു കഴിയുമ്പോഴത്തേക്കും കമ്പ്യൂട്ടേഷൻ ഓഫ് ബുക്ക് പ്രോഫിറ്റ് എന്തിനാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്? മാറ്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയാണ്. മിനിമം ഓൾട്ടർനേറ്റ് ടാക്സ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയാണ്. ഇവിടെ നിന്നാണ് അതിന്റെ കാൽക്കുലേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. നെറ്റ് പ്രോഫിറ്റ് സെയിം നെറ്റ് പ്രോഫിറ്റ് 16 lakh എന്നല്ല നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അതിന്റെ കൂടെ ഇൻകം ടാക്സ്. ഓക്കെ, നേരത്തെ ചെയ്ത പോലെ ഇൻകം ടാക്സ് ആഡ് ബാക്ക് ചെയ്യുന്നു. പ്രപ്പോസ്ഡ് ഡിവിഡൻഡ് ആഡ് ബാക്ക് ചെയ്യുന്നു. ദെൻ ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ. നമുക്കറിയാം ടോട്ടൽ ഇൻകത്തിന്റെ കാൽക്കുലേഷൻ്റെ അകത്ത് ഡിഫറെന്റ് ഹെഡിനെ ഡിഫറെന്റ് ആക്കിക്കൊണ്ട് ഓരോ ഹെഡിനെ സെപ്പറേറ്റ് ചെയ്തുകൊണ്ടാണ് നമ്മൾ ടോട്ടൽ ഇൻകം ടാക്സും കാൽക്കുലേറ്റ് ചെയ്തത്. അതേസമയത്ത് ബുക്ക് പ്രോഫിറ്റിന്റെ കേസിൽ അങ്ങനെ ഡിഫറെന്റ് ഹെഡ്സ് ഒന്നും വരത്തൊന്നുമില്ല. ബുക്ക് പ്രോഫിറ്റിനെ കംപ്ലീറ്റ് ആയിട്ട് എല്ലാത്തിനും കൂടെ ഒരുമിച്ച് ഏത് ഹെഡ് ആണെന്ന് വെച്ചാൽ ഒരുമിച്ചിട്ടുകൊണ്ടാണ് അതിന്റെ കാൽക്കുലേഷൻ വരുന്നത്. ഇവിടെ ഈ ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ നോട്ട്സിന്റെ അകത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇറ്റ് വാസ് നോട്ട് ഇൻക്ലൂഡഡ് ഇൻ P&L എന്ന്. സോ ഇറ്റ് നീഡ്സ് ടു ബി ഇൻക്ലൂഡഡ്. അത് കാരണമാണ് ഇവിടെ ആഡ് ചെയ്തേക്കുന്നത് 1 lakh. ഇപ്പൊ നോക്കുവാണെന്ന് വെച്ചാൽ ഈ ബുക്ക് പ്രോഫിറ്റും അതുപോലെ തന്നെ നമ്മുടെ ഈ നോർമൽ പ്രൊവിഷൻസും തമ്മിലുള്ള ഒരു മേജർ ആയിട്ട് ഇവിടെ ഒരു ഡിഫറൻസ് നോക്കുവാണ് എന്ന് കരുതാം. ഇത് കണ്ടോ, ഇവിടെ ഇൻകം ടാക്സ് ഉണ്ട്, ഇവിടെ ഇൻകം ടാക്സ് ഉണ്ട്, ഇവിടെയും പ്രപ്പോസ് ഡിവിഡൻഡ് ഉണ്ട്, ഇവിടെയും പ്രപ്പോസ് ഡിവിഡൻഡ് ഉണ്ട്. പിന്നെ വിട്ടുപോയേക്കുന്ന ഐറ്റം ഏതാണ്? ഈ പറയുന്ന ഡിപ്രിസിയേഷൻ വിട്ടുപോയതായിട്ട് നമുക്ക് തോന്നുന്നു. ഓക്കെ, നൗ ഈ ബുക്ക് പ്രോഫിറ്റിന്റെ കാൽക്കുലേഷൻ അത് നോക്കി കഴിയുമ്പോഴത്തേക്കും എവിടെയും ഡിപ്രിസിയേഷൻ എടുത്തിട്ടില്ല. കാര്യം എന്നതാണ്? ആക്ച്വലി ഡിപ്രിസിയേഷൻ ഇവിടെ വരേണ്ടതായിരുന്നു. യെസ്, ഓഫ് കോഴ്സ് വരേണ്ടതായിരുന്നു. എന്ന് പറയുമ്പോഴത്തേക്കും ഇവിടെ ആഡ് എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ ഏത് ഡിപ്രിസിയേഷൻ ആണ് ആഡ് ബാക്ക് ചെയ്യേണ്ടത്? ആസ് പെർ കമ്പനീസ് ആക്ട് തന്നെ ആഡ് ബാക്ക് ചെയ്യണം. ഓക്കെ, ആൻഡ് ഇവിടെ റെഡ്യൂസ് ചെയ്യുമ്പോഴത്തേക്കും വീണ്ടും ഡിപ്രിസിയേഷൻ റെഡ്യൂസ് ചെയ്യണം ആസ് പെർ കമ്പനീസ് ആക്ട്. ഓക്കെ, ആസ് പെർ കമ്പനീസ് ആക്ട് എന്ന് പറയുമ്പോഴത്തേക്കും ആസ് പെർ ബുക്ക് ഓഫ് അക്കൗണ്ട്സ് അല്ലെ? ആസ് പെർ ബുക്ക് ഓഫ് അക്കൗണ്ട്സ്. ഓക്കെ, എന്തുകൊണ്ടാണ് നമ്മൾ ഇവിടെ അതിനെ ബുക്ക് ഓഫ് അക്കൗണ്ട്സ് എന്തുകൊണ്ടാണ് നമ്മൾ ഇവിടെ ഇതിനെ ഈ പറയുന്ന പോലെ ആഡ് ചെയ്തിട്ട് ഇവിടെ റെഡ്യൂസ് ചെയ്യാത്തത്? കാര്യം എന്താണെന്ന് വെച്ചാൽ ഇത് രണ്ടും സെയിം ആയിട്ടുള്ള എമൗണ്ട് ആണ്. ഇവിടെ നമ്മൾ അസ്യൂം ചെയ്തായിരുന്നു ദർ ഇസ് നോ റീവാലുവേഷൻ എന്ന്. അത് കാരണം റീവാലുവേഷൻ ഒന്നും ഇല്ലാതെ ഇരുന്ന കാരണം ഈ പറയുന്ന രണ്ട് എമൗണ്ടുകളും സെയിം ആയത് കാരണം നമ്മൾ ആഡ് ചെയ്തിട്ട് ലെസ് ചെയ്യുന്നില്ല. ഇനി വേണമെങ്കിൽ ചെയ്യാവുന്ന കാര്യമല്ലേ ഉള്ളൂ.
ഇതിൻ്റെ അകത്ത് ഒരു ലൈനും കൂടെ ആഡ് ചെയ്തേക്കുക. ഇവിടെ ആഡിന് ശേഷം ഏറ്റവും ലാസ്റ്റ് ആയിട്ട് ഏതാണ് ഡിപ്രീസിയേഷൻ എന്ന് പറഞ്ഞുകൊണ്ട് 5 lakh ആഡ് ചെയ്യുക. ലെസ് ചെയ്യുമ്പോഴത്തേക്കും വീണ്ടും 5 lakh ലെസ് ചെയ്യുക. അത് ഒരേ 5 lakhനെ ആഡ് ചെയ്തിട്ട് ലെസ് ചെയ്യുമ്പോഴത്തേക്കും യാതൊരു ഡിഫറൻസും ഇല്ലാത്തത് കാരണമാണ് അവർ ഇതിനകത്ത് വിട്ട് കളഞ്ഞേക്കുന്നത്. ബട്ട് ഹവർ നിങ്ങൾ അത് അതുപോലെ ആഡ് ചെയ്തിട്ട് ലെസ് ചെയ്യുവാണെങ്കിൽ പ്രസന്റേഷൻ ആംഗിളിൽ ബൈ ചാൻസ് അല്ല വിട്ടുപോയത്, ബൈ ചോയ്സ് ആണ് ഞാൻ അതിനെ ഇങ്ങനെ എടുത്തേക്കുന്നത് എന്നുള്ള കാര്യം ക്ലിയർ ആയിക്കോളും. ഓക്കെ, സോ ദാറ്റ്സ് എ പോയിന്റ്. ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ എടുത്തു വന്നു. അങ്ങനെ ടോട്ടൽ 23,30,000. അതിൻ്റെ അകത്ത് കുറയ്ക്കാനുള്ള കാര്യങ്ങൾ, ജനറൽ റിസർവ് ഒരു 2 lakh എമൗണ്ട്. ഓക്കെ, ഈ 2 ലക്ഷം രൂപ കാരണം നമ്മുടെ PNL ബാലൻസ് കൂടി നിൽക്കുവാണ് അല്ലെ, അത് കാരണം അതിനെ കുറയ്ക്കുന്നു. ദെൻ അടുത്തത് ഇത്രയും കാര്യങ്ങൾ കുറച്ചതിന് ശേഷം ഇനി നമുക്കറിയാം മാറ്റിന്റെ കാൽക്കുലേഷൻ്റെ അകത്ത് ഒരേ ഒരു ലോസിനെ മാത്രമേ കുറയ്ക്കത്തുള്ളൂ. ഏതൊക്കെയാണ്? ബ്രോഡ് ഫോർവേഡ് ലോസ് ഓർ അൺഅബ്സോർബ്ഡ് ഡിപ്രീസിയേഷൻ ആസ് പെർ ബുക്ക് ഓഫ് അക്കൗണ്ട്സ്. ആസ് പെർ ബുക്ക് ഓഫ് അക്കൗണ്ട്സ് വിച്ച് എവർ ഈസ് ലെസ്. വിച്ച് എവർ ഈസ് ലെസ് നോട്ട്സിൻ്റെ അകത്ത് നമ്മൾ കണ്ടായിരുന്നു. ഫോർ അക്കൗണ്ടിങ് പർപ്പസ് എന്ന് പറഞ്ഞുകൊണ്ട് 4 lakh ഓർ 2 lakh വിച്ച് എവർ ഈസ് ലെസ്. രണ്ട് തമ്മിലുള്ള ലെസ് ഏതാണ്? 2 lakh. അത് കാരണം ആ 2 lakhനെ നമ്മൾ ഇവിടെ കുറയ്ക്കുന്നു. 2 lakhനെ ഇവിടെ കുറയ്ക്കുന്നു. സോ ടോട്ടൽ 23,30,000 ആകുന്ന 4 lakh കുറച്ച് കഴിയുമ്പോഴത്തേക്ക് 19,30,000. അതാണ് നമ്മുടെ ബുക്ക് പ്രോഫിറ്റ് കിട്ടുന്നത്. ഈ ബുക്ക് പ്രോഫിറ്റിന്റെ മുകളിൽ നമ്മൾ മാറ്റ് കാൽക്കുലേഷൻ നടത്തുന്നു. അതാണ് ഈ പറയുന്ന സെക്കൻഡ് പോർഷൻ. ഇവിടെ നിന്നാണ് മാറ്റിന്റെ കാൽക്കുലേഷൻ. മിനിമം ഓൾട്ടർനേറ്റ് ടാക്സ്. ഈ 19,30,000 കണ്ടോ, ഈ 19,30,000 വരുന്നുണ്ടോ? അപ്പോൾ നേരെ ഇങ്ങോട്ട് വരുന്നു. ഓക്കെ, ബുക്ക് പ്രോഫിറ്റ് 19,30,000 മുകളിൽ 18.5%. അതാണ് 3,57,050 വരുന്നത്. സർചാർജ് ഒന്നുമില്ല. ഹെൽത്ത് ആൻഡ് എഡ്യൂക്കേഷൻ സെസ് സെയിം 4% തന്നെ 14,282 വരുന്നു. രണ്ടും കൂടെ ടോട്ടൽ ചെയ്യുമ്പോഴത്തേക്കും 3,71,332 എന്ന് പറയുന്നത് ഇതാണ് നമ്മുടെ സെക്കൻഡ് ഫിഗർ. ഓക്കെ, ദിസ് ഈസ് ആസ് പെർ മാറ്റർ. ഓക്കെ, നൗ ഇങ്ങനെ രണ്ട് ഫിഗേഴ്സ് ഉണ്ട്, രണ്ട് എമൗണ്ടുകളാണ്, രണ്ട് ടാക്സ് ലയബിലിറ്റി. നോർമൽ പ്രൊവിഷൻസ് ഓഫ് ഇൻകം ടാക്സ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് 3,79,000 ആണ് ടാക്സ് ലയബിലിറ്റി കിട്ടിയത്. മാറ്റ് പ്രൊവിഷൻസ് അപ്ലൈ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും എത്ര കിട്ടിയത്? 3,71,000 ആണ്. വിച്ച് എവർ ഈസ് ഹയർ അല്ലേ വേണ്ടത്? ഇത് രണ്ട് തമ്മിലുള്ള ഹയർ ഏതാണ്? ഓട്ടോമാറ്റിക് ആയിട്ട് നമുക്കറിയാം 3,79,000 ആണ് ഹയർ. സോ hence tax liability will be 3,79,600. That's the point. Karin clear alle? So this is illustration number 24.